ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത് പുറപ്പാട് 20:15 മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുതെന്ന് ഉള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കളവ് നടത്തുന്ന കള്ളന്മാർ, ജയിലുകളിൽ കിടക്കുന്നവർ, അവരൊക്കെയാണ്. പക്ഷേ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളാരും തികഞ്ഞവരല്ല. മറ്റുള്ളവരുടെ സൽപ്പേര് മോഷ്ടിക്കുക, സൽപ്പേര് നശിപ്പിക്കുന്നത്, ഇല്ലാവചനങ്ങൾ പറഞ്ഞത് മോഷണം തന്നെയാണ്. അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ചൂഷണം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സമ്പത്ത് അർഹതപ്പെട്ടതിൽ കൂടുതൽ പിടിച്ചു പറിച്ചെടുക്കുക, കള്ളൊപ്പിടുക, പിന്നെ കൂലി കൊടുക്കാതിരിക്കുക, തൂക്കം തട്ടിക്കുക, മായം ചേർക്കുക, ടാക്സ് വെട്ടിക്കുക. സർക്കാരിനെ അല്ലേന്ന് പറയും, സർക്കാരിനെ ആയാലും ദൈവത്തിനായാലും മനുഷ്യനായാലും എല്ലാം തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത്. അല്ല, മോഷണം തന്നെയാണ്. ഇതാ റോമാലേഖനം 2:21 മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? ഒരമ്മേനെ ബാങ്കിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അമ്മയുടെ ഡിപ്പോസിറ്റ് പുതുക്കാൻ വേണ്ടി ഒപ്പിട്ട് മേടിച്ചിട്ട് അവർ പിന്നെ ഈ വഴി കൂടെ പോലും കടന്നിട്ടില്ല. അമ്മ വന്ന് എന്നോട് കഥകൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അമ്മയുടെ പേരിലുള്ളത് മകൻ്റെ പേരിലേക്ക് മാറ്റിക്കളഞ്ഞു. വേറൊരു സംഭവം വന്നവർക്കാണ് ആ മകൻ കുടുംബത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചു പോയി. വേറൊരു സംഭവം വന്നവർക്കാണ് മകനൊരു ഡിപ്രഷൻ പോലെ, മാനസികം പോലത്തെ ഒരു പ്രശ്നം. ഇതുപോലെ തന്നെയാണ് അമ്മേനെ ബാങ്കിൽ കൊണ്ടുപോയി ഇരുത്തി അമ്മേനെ കൊണ്ട് പിടിച്ചെടുത്തു. അതൊക്കെ അമ്മയൊക്കെ മരിച്ചുപോയി. അതുപോലെ തന്നെ അമ്മയുടെ ആഭരണങ്ങൾ ഇട്ട് അമ്മക്ക് റോൾഡ് ഗോൾഡ് ഇട്ട് കൊടുത്തു. എല്ലാ മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ കയ്യൊക്കെയുള്ള ഒരു കാര്യക്കാരെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ അതിർത്തിക്കല്ല് മാറ്റിയിടുന്നവരുണ്ട്, പ്രമാണങ്ങൾ തിരുത്തിയെടുക്കുന്നവരുണ്ട്, കള്ളൊപ്പിടുന്നവരുണ്ട്, കള്ളസാക്ഷി. ഇതെല്ലാം മോഷണം. മറ്റുള്ളവരുടെ സൽപ്പേര്, നമ്മളെക്കാൾ മറ്റുള്ളവർ ഉയർന്നു പോകുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വരുമാനങ്ങൾ കാണുമ്പോൾ അവരെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കുക, പിന്നെ വ്യഭിചാരിയാണെന്ന് പറയുക, മോഷ്ടിച്ചതാണെന്ന് പറയുക, അല്ലെങ്കിൽ സൽപ്പേര് നശിപ്പിക്കുന്ന രീതിയിൽ എന്തെല്ലാം പറയാമോ നശിപ്പിച്ച് കളഞ്ഞേക്കും അങ്ങാട്. ഇത് തലമുറകൾക്ക് ശാപമാണ്. ആർക്ക്? ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ആർക്കാണ് ദോഷം? ഈ ചെയ്യുന്നവർക്ക് തന്നെയാണ്. ഇങ്ങനെ പറയും, മലന്ന് കടന്ന് തുപ്പരുതെന്ന് പറയും. അത് നമ്മുടെ മുഖത്ത് തന്നെ വീഴും. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. ചിലരൊക്കെ പറയാറുണ്ട്, എല്ലാം തികഞ്ഞ് നമ്മൾ അൽഫോൻസാമ്മയും ഡോൺ ബോസ്കോ പുണ്യാളനൊന്നും അല്ല, ഫ്രാൻസിസ് അസീസി അല്ല, മനുഷ്യരാണെന്ന് പറയാം. മനുഷ്യരാണ് അവരെല്ലാം. അവർക്കെല്ലാം പറ്റുമെങ്കിൽ നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ പാൽ കച്ചവടക്കാരനായ മനുഷ്യൻ, അതായത് പാല് കച്ചവടം ചെയ്ത് പാലിന് ഭയങ്കര ഓർഡറായി, നാടൻ പശുവും പാൽ. അപ്പോൾ ഈ ഓർഡർ കൂടുന്നതനുസരിച്ച് പാലില്ലെങ്കിലും ഈ മനുഷ്യൻ വെള്ളം കൂട്ടി എല്ലാവർക്കും എത്തിച്ച് നീട്ടി കൊടുക്കും. ഒരുപാട് ലാഭം ഉണ്ടാക്കി, സമ്പത്തൊക്കെ കുമിഞ്ഞുകൂടി. അങ്ങനെ ഇയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി സ്വർണം മേടിക്കാൻ പോയിട്ട് വരുമ്പോൾ അന്ന് പതിവിൽ കൂടുതൽ കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ നീന്തി പോരാവുന്നതോ, കടത്ത് വെള്ളം കഴിഞ്ഞുപോയി, പോരാവുന്ന ദൂരമുള്ളൂ. പക്ഷേ എന്നാൽ ഇയാൾ നീന്താമെന്ന് തീരുമാനിക്കുമ്പോഴാണ് വെള്ളം കൂടുതൽ കുത്തൊഴുക്കാട്ട് വന്ന് മോൾക്ക് വേണ്ടി സ്വർണം മേടിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ഈ സ്വർണ്ണ കെട്ടിക്കൊണ്ട് വന്ന ആ കിഴിമായിട്ടാണ് വന്ന അത് ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അതായത് പാലിൽ വെള്ളം ചേർത്ത് ഉണ്ടാക്കിയത്, മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചത് എല്ലാം പുഴ കൊണ്ടുപോയി എന്ന് പറയും. ഞാൻ കണ്ടിട്ടുണ്ട് ഡോൺ ബോസ്കോ പള്ളി, ചളിക്കോട്ടത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. എൻ്റെ തറവാട് പാലാരിവട്ടം മെഡിക്കൽ സെൻറ്ററിൻ്റെ അടുത്താണ്, ആദപ്പള്ളി റോഡ്. അപ്പോൾ എടവകപ്പള്ളി അന്ന് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പാലാരിവട്ടം പള്ളിയാണ്. ഇപ്പോൾ ചളിക്കവട്ടം സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകക്കാരനാണ്. 21 വർഷത്തിലധികമായിട്ട് ചളിക്കവട്ടം സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി 21 വർഷമായിട്ട്. അപ്പോൾ അന്ന് എടവപ്പള്ളിക്ക്
10-20 മിനിറ്റ് ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, പാലാരോട്ട സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളി. അപ്പോൾ തൊട്ടടുത്തുള്ളത് ഡോൺ ബോസ്കോ സലേഷൻ സെൻറ്റർ, വെണ്ണല കൾച്ചറൽ സെൻറ്റർ. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അപ്പോൾ കുർബാനക്ക് പോയി വരുമ്പോൾ പല കാഴ്ചകളും പല സംഭവങ്ങളും കാണാനും അറിയാറുണ്ട്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് അപ്പച്ചൻ മരിച്ചതിന് ശേഷമാണ് മുഴുവൻ സമയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയതും IMSലെ പ്രശാന്തച്ചനും വിനയാന്തച്ചനൊക്കെ പറഞ്ഞ് ഈശോ നിന്നെ അതിനാണ് വിളിച്ചിരിക്കുന്നത്. അന്നുകൊണ്ട് സുവിശേഷ ശുശ്രൂഷയും വചനപ്രഘോഷണം. ഒരു കൊച്ചു പ്രസംഗിക്കണം എന്നും പറഞ്ഞിട്ട് പ്രസംഗം കേൾക്കാൻ ഒത്തിരി പേരൊക്കെ വരുമായിരുന്നു. അപ്പോൾ കൊച്ചിനെ കാണാൻ വന്നവരൊക്കെ പോയി, ഈശോനെ കാണാനും ദൈവമഹത്വം നിറയാൻ വന്നവർ ഇപ്പോഴും ശുശ്രൂഷയിലൊക്കെ ഉണ്ട്. അത്ഭുതം കാണാൻ വന്നവരൊക്കെ പോയി. അത്ഭുതങ്ങൾ ഒരുപാട് നിറഞ്ഞു കവിഞ്ഞ് വിവരിക്കാനാവാത്തതിലധികം വചനപ്രഘോഷണവും ശുശ്രൂഷയോടൊപ്പം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദർശനങ്ങൾ, മെസ്സേജൊക്കെ പക്ക ദൈവം നേരിട്ട് ഇടപെട്ട പോലെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞു തരുന്ന പോലെ പേര്, അടയാളങ്ങൾ, സംഭവങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൂട്ടായ്മ ഇങ്ങനെ ശക്തിപ്പെട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഇപ്പോൾ കൂട്ടായ്മയുടെ 36ാം വാർഷികമാണ് ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി പാലാരട്ടം YMCAയിൽ വെച്ച്. അപ്പോൾ അതിന് ഞാൻ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോൺ ബോസ്കോയിൽ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന, ഞങ്ങളുടെ വീട്ടിൽ പാല് മേടിച്ചിരുന്ന അയാൾ ഞങ്ങളൊക്കെ ആ ഇടയ്ക്ക് മേടിക്കാൻ തുടങ്ങിയതാണ്. അവിടെ പബ്ലിക് ടാപ്പ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് അതിൽ നിന്ന് വെള്ളം കോരി ഈ കട പാലും പാത്രത്തിലേക്ക് ഒഴിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അയാൾ തന്നെ കറക്കുന്ന വീടുകളിലെ കറവക്കാരനും കൂടെ പാൽ അയാൾ തന്നെ എടുത്തിട്ട് വിൽക്കുന്നതാണെന്ന് പറഞ്ഞത്. പക്ഷേ നാടൻ പാലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്ത് പലരും ഓർഡറുകൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ പിന്നെ പാല് വെള്ളം പോലെയായി. അപ്പോൾ ഇയാൾ ഓരോ തട്ടിപ്പ് പറയാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പക്ഷേ ഞങ്ങൾ ഈ കാഴ്ച നേരിട്ട് കണ്ടു. ഒരു ദിവസമല്ല, പല ദിവസം കണ്ടു. ഓർഡറുകൾ കൂടിയതനുസരിച്ച് ഇയാൾ ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഇയാളുടെ ലിറ്റർ പാത്രത്തിൽ അളന്ന് ഈ പാലും പാലിലേക്ക് ഒഴിച്ചിട്ട് അത് കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് പാലിൻ്റെ ഓർഡർ കൂട്ടിയപ്പോൾ വിറ്റുകൊണ്ട് അവസാനം ആൾക്കാർ കള്ളത്തരം പിടിച്ചു. ഞങ്ങളായത് കണ്ടത്. നമ്മളെന്താ പാർട്ടി അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തൂക്കം തട്ടിച്ചോ മായം ചേർത്തോ കള്ളൊപ്പിട്ടോ ഒക്കെ അർഹതപ്പെടാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റീതിങ്ക് ചെയ്യുക, മാനസാന്തരപ്പെടുക, പരിഹാരങ്ങൾ ചെയ്യുക. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസ് അനീതിപരമായിട്ട് തട്ടിപ്പറിച്ചുണ്ടാക്കിയത്, വഞ്ചിച്ചെടുത്തതെല്ലാം കർത്താവിനെ ദർശിച്ചപ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. തൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ഒരു പരിഹാര ശുശ്രൂഷ. ഇനി ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് സക്കേവൂസ് ഒരു ഏറ്റുപറച്ചിൽ, വിശ്വാസം. ഈശോ ഒന്നും കുറ്റപ്പെടുത്തി പറയുന്നില്ല, പക്ഷേ സെൽഫ് റിയലൈസേഷൻ, സ്വയം തിരിച്ചറിയണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദിവസവും വചനം എഴുതുന്നു, കേൾക്കുന്നു, പറഞ്ഞു 1 മാസം പ്രാർത്ഥിക്കുന്നു, 1 കൊല്ലം പ്രാർത്ഥിക്കുന്നു, ഇനി പോകാത്ത ധ്യാനകേന്ദ്രവും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനയും ചെയ്യാത്ത കർമ്മങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളോ നമ്മുടെ കാരണവന്മാരോ മോഷ്ടിച്ചെടുത്തതോ വഞ്ചിച്ചെടുത്തതോ നുണ പറഞ്ഞ് സമ്പാദിച്ചു കൂട്ടി. ചിലരൊക്കെ പറയും ബിസിനസ് ആകുമ്പോൾ ഇച്ചിരി നുണ പറയണം. ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? നേരം ചൊവ്വ വഴിയിലൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ ഈ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ആരാടാ ഈ പറയുന്നത്? എത്രയോ മനുഷ്യർ പാപത്തിന് ജീവിക്കുന്നു. അത് ഈ പറയുന്ന ആളുകളുടെ ഉള്ളിലെ മനോഭാവമാണ്. അപ്പോൾ ലേവ്യർ 19:11 മുതൽ 13 വരെ, ലേവ്യർ 19:11 മുതൽ 13 വരെ, നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. ദൈവമാണേ സത്യം എന്ന് പറയും. തിരുഹൃദയത്തിനെ പിടിച്ച് സത്യം ചെയ്യും, പുണ്യാളന്മാരെ പിടിച്ചു, മാതാവിനെ പിടിച്ച് സത്യം ചെയ്യും. മുട്ടം വെടിപൊട്ടിച്ചിട്ടാണ് പലപ്പോഴും അവരെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കരുത്. എന്ത് വലിയ ദോഷമാണ്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ജോലിക്കാരുടെ വക വഞ്ചിച്ചെടുക്കരുത്. അത് പ്രാക്കാണ്. ന്യായമായ കൂലി കൊടുക്കുക, അത് നീട്ടി കൊടുക്കുക, കൊടുക്കാതിരിക്കുക. ഞാൻ ഗൾഫിലൊക്കെ പോയാൽ ചിലരൊക്കെ പറയാറുണ്ട് 3 മാസമായി 4 മാസമായി 6 മാസമായി പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് എടുത്തവൻ ആ പൈസ റോൾ ചെയ്ത് അവസാനം പോകുമ്പോൾ എന്തെങ്കിലും തുച്ഛം മാത്രം കൊടുക്കും. നാട്ടിൽ ചെല്ലുമ്പോൾ അയച്ചു കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇതെല്ലാം കേൾക്കുന്ന ഏതെങ്കിലും മലയാളികളോ കോൺട്രാക്ടർമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്കത് ഉപകരിക്കുമോ? എന്നിട്ട് നാട്ടിൽ പോയാലും അയച്ചു കൊടുക്കില്ല. പാവം അവസാനം തിരിച്ച് ചെല്ലണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ചെന്നാലും പൈസ തീർത്ത് കൊടുക്കില്ല. നാട്ടിലായാലും ഇവിടെ ഒരാൾ വന്നതാ ഓപ്പറേഷനായിട്ടും നാട്ടിൽ ജോലിയെടുത്ത പൈസ പല മാസം 6 മാസം ശമ്പളം കൊടുക്കാറുണ്ട്.
അപ്പോൾ ഓപ്പറേഷനായിട്ട് ചെന്ന് പറഞ്ഞിട്ട് ആട്ടി വിട്ടു. അപ്പോൾ അവർ കണ്ണുനീരോടെ വന്നു പ്രാർത്ഥിപ്പിക്കാൻ വന്നത്. ഓപ്പറേഷന് വേണ്ടി എമർജൻസി ആയിട്ട് പൈസ വേണം, പക്ഷേ ജോലി സ്ഥലത്ത് ജോലി കൊടുത്തിരുന്നവരെ ആട്ടി വിട്ട അവസ്ഥ. നിരപരാധിയുടെ കണ്ണുനീര് വീഴ്ത്തരുത്, അത് ആർക്കും ദൂഷണമല്ല. അതുപോലെ സഹോദരന്മാരോടൊക്കെ സ്വന്തം രക്തം വായ്പയൊക്കെ മേടിച്ചിട്ട് എന്നെ പലരും വിളിക്കാറുണ്ട് ഇതുപോലെ പ്രാർത്ഥനാ സഹായത്തിന്. അതുകൊണ്ട് ഇത്രയ്ക്ക് പച്ചക്കറി 100 പവൻ മേടിച്ചിട്ട് വെള്ളത്തിൽ വരച്ച വര പോലെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നവരുണ്ട്. യൂട്യൂബിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചിലരൊക്കെ ഇതുപോലത്തെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. നീറി പുകയുന്നവരുണ്ട്. ഭർത്താവിൻ്റെ മുമ്പിൽ നുണ പറഞ്ഞ് നീട്ടി കാലാവധി ലീവിന് വരല്ലേ എന്നും പറഞ്ഞിട്ട് നീട്ടി വിടുന്നവർ ഉണ്ട്. അതുപോലെ മകളുടെ കല്യാണം നീട്ടി നോക്കുന്നത് നീട്ടി ഭർത്താവിനെ പറ്റിച്ചുകൊണ്ടിരിക്കും. കാരണം പിന്നെ ആകട്ടെ ഇതാകട്ടെ, കാരണം ഭർത്താവ് അറിയാതെ വീട്ടുകാരറിയാതെ ഭാര്യ എടുത്ത് കൂട്ടുകാരിക്കും മറിച്ചു. സ്വന്തം വീടിൻ്റെ ആധാരം ഭർത്താവ് അറിയാതെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന കൂട്ടുകാരിയുടെ മോന് ഷിപ്പിൽ പോകാൻ വേണ്ടി കൊടുത്തിട്ട് അവസാനം ശുദ്ധ മനസ്സിൽ ആലോചന ഇല്ലാതെ ചെയ്തു. അവസാനം ഇനി അറിയാൻ ആരുമില്ല, സ്വന്തം വീട്ടിൽ നിന്ന് ജപ്തിയായി ഇറങ്ങേണ്ടി വന്നു. അവർ ഭ്രാന്തിന് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇതുപോലെ പലരെയും പറ്റിച്ച് എടുത്തു. അപ്പോൾ റോമ 2:21 മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുന്നവർ പോലും ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. അഭിഷേകത്തിന് തടസ്സമാണ്. കുറച്ച് നാൾ കുറച്ച് പേരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ അധിക നാൾ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അധികം പേരെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഒരു നുണ കൊണ്ട് നുണ നേരാക്കാൻ 10 നുണ പറഞ്ഞാലും നുണ തന്നെയാകും. 10 പ്രാവശ്യം പറഞ്ഞാലും നുണ തന്നെയാണ്. അതുകൊണ്ട് കളവും നുണയും വഞ്ചനയും കാണിക്കുന്ന സ്വഭാവം അഭിഷേകത്തിന് തടസ്സമാണ്. അതൊരു പാരമ്പര്യക്കെട്ടാണ്, അതൊരു ശാപമാണ്. ഇപ്പോൾ മോഷ്ടിക്കരുതെന്ന് പുറപ്പാട് 20:15 വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങട്ടെ. പടിപടിയായിട്ട് നമ്മളെ തന്നെ നമുക്ക് വിശദീകരിക്കാം. ഇനി പിശാച് കയറും ഇല്ലെങ്കിൽ സാത്താൻ കുടിയിരിക്കും. ആരോ എന്തോ ചെയ്യൂന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്ത് പറമ്പിന് ദോഷം സ്ഥലത്തിന് ദോഷം അതൊന്നുമല്ല. അതേ പ്രധാനപ്പെട്ട കാര്യം എഫെസസ് 4:27-28 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ഏതെങ്കിലും വഞ്ചിച്ച വക നമ്മുടെ കുടുംബത്തോട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് തിരിയും. ഉടമസ്ഥൻ്റെ കണ്ണുനീർ ആബേലിൻ്റെ രക്തം പോലെ നീതിക്ക് വേണ്ടി ദൈവത്തെ വിളിച്ച് കരയും. ജീവൻ പോയാലും ആ രക്തക്കറ നമുക്കെതിർ സാക്ഷ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സാത്താൻ അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ഇനിമേൽ ഇതുവരെ എന്തായിരുന്നോട്ടെ നിർത്തുക. കുമ്പസാരത്തിൽ ഇപ്പോൾ ഏറ്റു പറയണം, പരിഹാരം ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ടത് തിരിച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചെടുത്ത വ്യക്തി എൻ്റെ ശുശ്രൂഷ വചനം കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, സാധനം വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ആൾ തന്നെ എടുത്തത്, പക്ഷേ തല പൊട്ടിത്തെറിച്ചു പോണ പോലെ മുട്ടം കേസ് കൊടുക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പ്ലാനിൽ കൂടെ ഈ കട്ടെടുത്തതൊരു പെൺകുട്ടിയാണ്, അതിനൊരു കല്യാണം പോലും കിട്ടത്തില്ല. പോലീസ് കേസായാൽ ആകെ നാറ്റ കേസാവും. പക്ഷേ ഇരുചെവി അറിയാതെ ആ ഉടമസ്ഥന് തിരിച്ചു കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഈ തിരിച്ച് കൊണ്ടുപോയി ജനലിൽ കൂടി അവരുടെ സെറ്റിയിലേക്ക് ഇട്ട വ്യക്തി പറഞ്ഞത്, ദൈവമേ പൊട്ടിത്തെറിച്ചു പോയാനേ തല. കാരണം അത് അവർക്ക് അത്രക്ക് വിലയുള്ള, അത്രക്ക് അവർ വിഷമിച്ച കാര്യമാണെന്ന് അത് കിട്ടിയത് കണ്ട സന്തോഷം കണ്ടപ്പോഴാണ്, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ന്. അതുകൊണ്ട് ഓരോരുത്തരുടെയും രക്തം, ഓരോരുത്തരുടെയും ഊർജം, കഷ്ടപ്പാട് നമ്മൾ ചിലപ്പോൾ നമുക്കധികം വിലയില്ലായിരിക്കാം. അതുകൊണ്ട് മോഷ്ടിച്ചൊക്കെ കളവ് പറഞ്ഞ് മോഷ്ടിച്ചൊക്കെ ഉണ്ടാക്കി അത് നമ്മളുണ്ടാക്കിയതും കൂടി ഊറ്റിക്കൊണ്ട് പോകും. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. തൂക്കം തട്ടിച്ച് ഊറ്റ് കമ്പനി നടത്തി ഉണ്ടാക്കിയ പഴയ കഥകൾ പലതും അറിയാം. ഊറ്റ് കമ്പനി നടത്തി ഉണ്ടാക്കി അവസാനം ജീവനും പോയി, ഉണ്ടാക്കിയതെല്ലാം പോയി, ചീത്തപ്പേരുമായ കഥകൾ പലതും അറിയാം. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ ഇതാണ്, പിടിക്കപ്പെട്ടില്ല, ഇപ്പോൾ ഭാര്യ ഭർത്താവ് ഓസ്ട്രേലിയയിലാണ്, പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് കൊച്ചിന് വയറുവേദന എന്ന് പരിശോധിച്ചപ്പോഴാണ്. ആകെ ഒരു കൊച്ചം ഉണ്ടായുള്ളൂ, പിന്നെ ഉണ്ടായില്ല, ഭാര്യയുടെ യൂട്രസും കളഞ്ഞു, രണ്ടുപേരും ഓസ്ട്രേലിയ. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നില്ല. കാരണം ഇയാൾ ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കലും പിടിക്കപ്പെട്ടില്ല, പക്ഷെ അനീതി നിറഞ്ഞ വഴി കൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വിസയൊക്കെ തേടിപ്പോയത്. പക്ഷെ നിരപരാധിയുടെ കണ്ണുനീരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടല്ലേ. കൊച്ചിന് ഒരു കിഡ്നി ഉള്ളൂ, ആകെ ഉള്ള കിഡ്നി
പോയിരിക്കുകയാണ് ബ്രദറെ. വളരെ 10-13 വയസ്സുള്ളൂ. പക്ഷേ ഭാര്യനോട് നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് അനുസരിക്കുന്നില്ല. ഇവിടെ എസ്റ്റേറ്റും വില്ലയും എല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ആർക്ക് വേണ്ടിയാണിത്? ഒരു ധ്യാനം കൂടാ, ഒരു പ്രാവൊക്കെ അതിനൊന്നും താല്പര്യമില്ല. ലൗകിക പ്രിയമാണെന്ന് പറയുക. ഭാര്യ ഭർത്താവിന് എതിരായി തീർന്ന അവസ്ഥ. കട്ടതും വരച്ചതും പറ്റിച്ചതും കൊണ്ട് ഉണ്ടാക്കിയത് കുടുംബത്തിൽ തന്നെ കിടന്ന് തിരിഞ്ഞു. അപ്പോൾ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ശുശ്രൂഷകരായിരുന്നാലും ഇത് കേൾക്കുന്നവരാരായിരുന്നാലും സർക്കാർ ജോലിക്കാരോട് പ്രത്യേകിച്ച് ദൈവം നിങ്ങൾക്ക് സർക്കാർ ന്യായമായ കൂലി തരുന്നുണ്ടല്ലോ. ഉള്ള ലോണും കടവും കുറിയും മുഴുവൻ ചേർന്ന് വെച്ചിട്ട് അവസാനം ഒന്നും മേടിക്കാൻ ശമ്പളം ഇല്ല. അതുകൊണ്ടാണ് ബ്രദറെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണെന്ന് പറയും. തെറ്റ് തന്നെയാണ്. അത് അവിടെ കിടന്നൊരു മാനസിക രോഗിയായ മകൻ, അമ്മ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് നേഴ്സായിരുന്നു, റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ വീട് നോക്കേണ്ട ഇളയ മകൻ, കൂടെയുള്ള മകന് അപ്പനെ ആട്ടി പുറത്താക്കിയിട്ട് പോലീസ് സഹായം തേടി അവസാനം ഗവൺമെൻറ് ഡോക്ടറുടെ സഹായമൊക്കെ തേടി. അപ്പോൾ ഇവർ ഗവൺമെൻറ് സർവീസിലുണ്ടായതാണ്. കൈക്കൂലി വല്ലതും മേടിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും മേടിച്ചില്ല, ഇത് ഈ മോതിരം അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ പിള്ളേർക്ക് ഭക്ഷണമൊട്ട് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഒന്നും വീട്ടിലോട്ട് പൈസ ഇട്ട് കൊണ്ടുവരില്ല. ഇപ്പോൾ റിട്ടയർഡ് ആയപ്പോൾ അവിടെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കണേ. ഇതിലൊന്നും പങ്കുചേരാത്ത മൂത്ത മകൻ ഓട്ടോറിക്ഷ ഓടിച്ച് വാടകയ്ക്ക് പോയി വേറെ അവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. ഇതാ കുടുംബം നോക്കേണ്ട എല്ലാം കൂടി വെച്ചു കൊടുത്ത ഇളയ മകന് കല്യാണവും നടന്നില്ല. അവൻ മാനസിക രോഗി. കഴിഞ്ഞ വല്ല ലഹരിയും കൂടി അച്ഛനും അമ്മനെയും തല്ലിയിട്ട് പോലീസൊക്കെ വന്നു. അവസാനം ഗവൺമെൻറ് ഡോക്ടറൊക്കെ ഇടപെട്ട് അവനെ ആക്കിയൊക്കെ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയ കഥയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് ജെറമിയ 17:9-10 വാക്യത്തിൽ പറയുന്നുണ്ട്. ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, ശോചനീയമായതും ദുഷിച്ചതാണ്. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ വിസയുടെ പേരും പറഞ്ഞ് തട്ടിക്കുന്നതിനും തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നതിനും കണക്കില്ല. എന്നെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള വിഷമങ്ങളിൽപ്പെട്ട് വിളിക്കുന്നുണ്ട്. ഇന്നൊരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ഓണ ഫണ്ടിൽ വെക്കേണ്ട പൈസ 2.5 ലക്ഷം രൂപ. ആദ്യം കൊടുത്ത മലേഷ്യക്ക് വേണ്ടി കൊടുത്ത പൈസ മോന് വേണ്ടി കൊടുത്തത് പോയി. നാട്ടിൽ പണിയെടുക്കാൻ പറയുന്നേ. നാട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. ഈ ബംഗാളികൾ ഹിന്ദിക്കാരൊക്കെ വന്ന് എത്ര സന്തോഷത്തോടെയാണ്. പക്ഷേ എല്ലുമുറിയെ പണിയെടുക്കണം, പല്ലുമുറിയെ തിന്ന. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഇതെല്ലാം അധികം പറ്റും. അക്കരപ്പച്ച ഇപ്പോൾ അവിടെയൊക്കെ പോയവർ പലരും പെൻഡിങ് ആണ്. സങ്കട വാർത്തകളാണ് ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നത്. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ജോലിക്കാരെ കൊണ്ട്. അത്രയും ജോലിയൊന്നുമില്ല. പഠിക്കാൻ പോയ പിള്ളേരും പലരും ജോലി കിട്ടാതെ. വേണമെങ്കിൽ വല്ല കമൻസൊക്കെ ഉണ്ടെങ്കിൽ അതറിയാവുന്നവർ അവിടെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ, നേരിട്ട് ബോധ്യപ്പെടട്ടെ. അങ്ങനത്തെ കഥകളുണ്ടെങ്കിൽ കമൻസിലൊക്കെ ഒന്ന് ഇട്ടാൽ ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ നേരിട്ട് ബോധ്യം. കാരണം ഓരോ ദിവസവും രാവും പകലും കണ്ണീരോടെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവിടുത്തെ പള്ളികളിലൊക്കെ പിന്നെ ജീസസ് യൂത്തിലൊക്കെ സഹായം തേടി ചെല്ലുന്നവരുണ്ട്. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. നാട്ടിലാണെങ്കിൽ പട്ടിണിയാണെങ്കിലും കിടക്കാൻ ഇടമുണ്ടെങ്കിൽ കയറി കിടക്കാം, ആരെയും ബോധിക്കണ്ട. അവിടെ ജീവിക്കണമെങ്കിൽ കൈ നിറച്ച് പോക്കറ്റ് നിറച്ച് കാശും പിന്നെ 365 ദിവസം ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ ഒരാൾക്കടെ ഇത്തിരി മിച്ചം വെക്കാം. ഒരാൾക്കാ ജോലിയെങ്കിൽ തട്ടിയും മുട്ടിയും ജീവിക്കണമെന്ന് മാത്രം. ഒരുപാട് കഥകൾ കേൾക്കുന്ന, ചിലപ്പോൾ അല്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയും കേട്ടോ. അപ്പോൾ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ജെറമിയ 17:9-10 മറക്കരുത്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ്. നിങ്ങൾ വഞ്ചിച്ചെടുത്തവരല്ലേ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടു, ഒരിക്കലും പിടിക്കത്തില്ല, അറിയത്തില്ല. പക്ഷേ അത് അവിടെ കിടന്ന് തിരിഞ്ഞാൽ നമ്മൾ ഏറ്റുപറയാത്ത പരിഹാരം ചെയ്യാത്ത പാപം അവിടെ കിടന്ന് മോഷണം തലമുറകൾ മക്കളിലൂടെ അല്ലെങ്കിൽ കുടുംബത്തിലോ ഏതെങ്കിലും വ്യക്തികളിലൂടെയൊക്കെ ഇതിനെല്ലാം ആ എനർജി അവിടെ കിടന്ന് നിരപരാധികൾ കറക്കിയടിക്കുന്ന അവസ്ഥകൾ. ബ്രദർ പറഞ്ഞത് ഇത്തിരി കടുപ്പം പോയാന്നറിയില്ല. കഴിഞ്ഞ 36 വർഷമായിട്ട് ശുശ്രൂഷാ ജീവിതത്തിൽ കാണുന്നതും പല ധ്യാന സെൻ്ററുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ദൂര സ്ഥലത്തുനിന്ന് മാറി ആരും അറിയാത്ത സ്ഥലം അന്വേഷിച്ചു കൗൺസിലിങ്ങിനും ധ്യാനത്തിനൊക്കെ വരും, ഒന്ന് കൊട്ടി വെടിപ്പാക്കാൻ വേണ്ടി. സൂപ്പർ മാർക്കറ്റിൽ ബില്ല് തട്ടിച്ച് ഡിലീറ്റ് ചെയ്ത് മുതലാളി കണ്ടുപിടിക്കുന്നില്ല. അവന്മാർ ടൂറ് നടപ്പും അടിച്ചു പൊളിയും പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് ധ്യാനവും പ്രാർത്ഥനത്തിനും ഒക്കെ നടക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ജോലി കയറും. ഇങ്ങനെ തട്ടിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഇൻഷുറൻസ് അടക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കാറിൻ്റെ ഇൻഷുറൻസ് അടക്കാൻ കൊടുത്തിട്ട് എല്ലാം അടച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ നിന്ന് ബോണസ് എന്നതാണ്, അതുകൊണ്ട് ഇത്രേ കാണിക്കുള്ളൂ വിചാരിക്കണം. ഞങ്ങളെ പറ്റിച്ചതാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്ത് തന്നിട്ട് ഫുൾ കവർ ഇൻഷുറൻസിൻ്റെ വർഷങ്ങളായിട്ട് ഫുൾ കവറുള്ള കാറിൻ്റെ ഫുൾ കവറേജ് നഷ്ടപ്പെടുത്തി. എത്രയും പഴക്കത്തിൽ ഇനി പോയി എടുത്താലും ഉപകരിക്കത്തില്ല. നഷ്ടപ്പെടുത്തിയിട്ട് തേർഡ് പാർട്ടി എടുത്ത് തന്നിട്ട് ഫുൾ കവറിൻ്റെ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവും എമൗണ്ട് ഞങ്ങളോട് എടുത്ത്.
പക്ഷേ ഇതുപോലെ പലരെ പറ്റിച്ചിട്ടുണ്ടാവും. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആൾ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചെന്ന്. ആരെയൊക്കെ ഇതുപോലെ പറ്റിച്ചെന്നോ പിടിക്കപ്പെട്ടെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അതുകൊണ്ട് കുറച്ച് നാൾ കുറച്ച് പേരെയൊക്കെ പറ്റിക്കാനായിട്ട് പറ്റും. മാറ്റങ്ങൾ വരുത്തുക. മോഷണ സ്വഭാവം, മോഷണം കളവ് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തുക. കള്ളസത്യം ചെയ്യുന്ന സ്വഭാവം, കൂടപ്പറപ്പങ്ങളെയൊക്കെ പറ്റിച്ച് എല്ലാവർക്കും കൂടെ അർഹതപ്പെട്ടതായിരുന്നിട്ട് ഒറ്റക്ക് സ്വാർത്ഥതയോടെ എടുത്താൽ അതിനേക്കാൾ വലിയ പറ്റിക്കൽ ഇന്ന് പല മക്കളും മാതാപിതാക്കളെ പറ്റിച്ചിട്ടാണ്. ഇതാ കൈയാണ വളർന്ന് കാലാണ വളർന്ന് വിചാരിച്ച മാതാപിതാക്കളെ അവർ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അനാഥമന്ദിരത്തിലേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അനാഥമന്ദിരങ്ങളുടെ എണ്ണം ഇവിടെ പറയുമ്പോൾ ഏജ്ഡ് ഹോം, സീനിയർ കെയർ എന്നൊക്കെ പറയും. പൊന്നാര പേരുകൾ പലതും ഇട്ടിട്ടുണ്ട്. പലതും അനാഥമന്ദിരങ്ങൾ തന്നെയാണ്. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് നിർത്തുന്നതെന്ന് പറയും. പക്ഷേ ഒരിക്കലും വീടാകത്തില്ലല്ലോ. റൈസല്ലോ വീട് വിട്ടാൽ അതാ അവസ്ഥ. അപ്പോൾ സാത്താൻ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫെസ്യർ 4:27-28. ജോലി ഇല്ലാത്തവർ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം റെയറായിട്ടുള്ള ചില വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഇങ്ങനെ പർട്ടിക്കുലറായിട്ട് പ്രത്യേകമായ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് സമയവും കാലമൊന്നും നോക്കാറില്ല. ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞ സമയത്താണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ കിട്ടും. ലൈക്ക് ഇതെല്ലാം സെൻറ്റ് മേരീസ് മിനിസ്ട്രിയുടെ സുവിശേഷ വേലകളിൽ വലിയ സപ്പോർട്ടാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.